തൃശ്ശൂർ പുലിക്കളിക്കിടയിലെ ഒരു സിംഹമായിട്ട് ഇറങ്ങിയത്. ഇവിടെ നമുക്കൊരു വെറൈറ്റി പുലിയെ കാണാം. ഒരുക്കം കഴിഞ്ഞിട്ടില്ല. ഒരുക്കം കഴിഞ്ഞിട്ടില്ല. പുള്ളി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മള് ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ തരത്തിലുള്ള ഭംഗിയിലുള്ള പുലികളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. കുറെ പുലികളുടെ ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി പുലികളൊക്കെ ഇറങ്ങാനുള്ളൊരു ചേട്ടാ, ഇതൊരു വെറൈറ്റി കളറാണല്ലോ. ഇതെന്ത് പുലിയാ? ഇത് വരയംപുലി. വരയംപുലിയാണ്. നീല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ വർഷവും പുലിവേഷം കെട്ടാറുണ്ടോ? കെട്ടാറുണ്ട്. ഇവിടെ വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെ. പുലിയാണ് വീട്ടിലെ? വീട്ടിലെ പുലിയൊന്നല്ല, തൃശ്ശൂരിന്റെ പുലിയാണോ? തൃശ്ശൂരിന്റെ പുലി. അപ്പൊ പുള്ളി തൃശ്ശൂരിന്റെ. ഇപ്പോ ഇന്നത്തെ പുലിക്കളി എന്ന് പറഞ്ഞാൽ പുലികളല്ല ശരിക്കും പുലി, മനുഷ്യരാണ് പുലി ആവാൻ പോകുന്നത്. അതായത് അവർക്കാണ് ആവേശം കൂടിയിരിക്കുന്നത്. പുലികളെല്ലാം പാവങ്ങളാണ്. കൊല്ലത്തിലിറങ്ങുന്ന ഒരു സംഭവമാണ് പുലി. ആ പുലികൾ ഇന്ന് പാവങ്ങളായിരിക്കുന്നു, മനുഷ്യർ പുലികളായിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. അതെ, സിംഹമായിരിക്കുന്നു. അതായത് എല്ലാവർക്കും ചായ കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ചായ കച്ചവടക്കാരനാണ്, തൃശ്ശൂർ ജയൻ. അപ്പൊ എല്ലാ പുലികൾക്കും ചായ കൊടുത്തു. ഈ പ്രാവശ്യത്തെ പുലികൾക്ക് വാലുകളുണ്ട്, വാലുണ്ട്. ഈ കൊല്ലത്ത് ചായ കൊടുക്കാൻ വന്ന തൃശ്ശൂരിന്റെ ജയനാണ്. തൃശ്ശൂർ ഞാൻ എന്റെ ചായ കച്ചവടമാണ്. ഞാൻ തൃശ്ശൂർ പൂരത്തിനും പുലിക്കളിക്കും ഒന്നുമില്ലെങ്കിലും ഞാൻ ചായ കച്ചവടക്കാരൻ തന്നെയാണ്. അപ്പൊ എന്റെ ഒരു ചായ കുടിക്കുമ്പോൾ ഇവർക്ക് ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് മലയാള സിനിമ. അതെ, ശരി. അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും പുലിമട വിട്ട് പുലികൾ ഇറങ്ങാനുള്ള ഓട്ടത്തിലാണ്. ഇവിടെ അരമണി കിളിക്കൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ചേട്ടാ പേരെന്താ? കുറെ വർഷമായിട്ട് ഒരുങ്ങണമാണോ? 8 വർഷം. 8 വർഷം. മോനുണ്ട് കൂടെ. അച്ഛനും മോനും കൂടെ ഇറങ്ങിയതാണ്. നന്ദിക്കര വീട് ആണല്ലേ? അപ്പൊ കപ്പടിക്കോ സീത? പിന്നെ ആവേശത്തിലാണ്. ഇത് ഏത് പുലിയാണ്? ഇത് പറയാൻ പുലി. അവിടെ ഒരു കുട്ടി പുലിയുണ്ട്. പുലിയുടെ പേരെന്താ? ഈ പുലി കടിക്കോ? ഇല്ല. അത് സുന്ദര പുലിയാണോ? മിടുക്കനാണോ? ഇത് എത്രയിലാ പഠിക്കണേ? 2ാം ക്ലാസ് പഠിക്കണ പുലിയാണോ? ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ പുലി വേഷം കിട്ടുന്നത്? ഇത് ആദ്യമായിട്ടാണോ? ഒന്ന് കാണിച്ചു, ഒരു സ്റ്റെപ്പ് കാണിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. സൂപ്പർ. പുലിക്ക് വാലൊക്കെ ഉണ്ടോ? വാല് വെച്ചില്ല അല്ലേ? വാല് വരുന്നുള്ളൂ. അടിപൊളി ട്ടോ. ഈ ഇവിടുത്തെ ആദ്യത്തെ കുട്ടിപ്പുലിയാണോ? 3 കുട്ടികളുണ്ടോ? അതിലൊരു കുട്ടിയാണ്. ഓക്കെ. അപ്പം കപ്പടിക്കോ സീതാറാം? കപ്പ് കൊണ്ടേ വരുള്ളൂ അല്ലേ? അതാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. കുട്ടി പുലികളുണ്ട്. ഇത്തവണ പുലികൾക്ക് വാലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവര് പറയുന്നുണ്ട്. ഇവരെ കാണാൻ വേണ്ടി കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇത് വെക്കുന്നുണ്ടോ? വെച്ചേ നോക്കട്ടെ. വെച്ചേ. സൂപ്പറാണോ നോക്കട്ടെ. പേരെന്താ? ജാനവി കാണാൻ വന്നെയാണോ പുലിക്കളി? അനിയനാണല്ലേ? അനിയന് സപ്പോർട്ട് കൊടുക്കാൻ വന്നെയാണോ? എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറില്ല, ചില വർഷം വരാറുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടി കൂട്ടങ്ങളുണ്ട്. ഇവരൊക്കെ ഈ പരിപാടി ഇത് പുലിനെ കാണാൻ വന്നെയാണോ? പുലിനെ ഇഷ്ടാണോ? പുലി കടിക്കില്ലേ പുലി? ഇല്ലേ? ഇല്ല അല്ലേ? മാന്തുവോ? ഒന്നും ചെയ്യാത്ത പുലികളാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം, ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ് പുലികൾ എല്ലാവരും. അവർ അവസാനവട്ട ഒരുക്കത്തിലാണ്, അവസാനവട്ട മിനുക്ക് പണിയിലാണ്. സീതാറാമിലെ കുട്ടൻകുളങ്ങരയിലെ പുലികൾ എല്ലാവരും മടവിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇവരിതാ മടവിട്ട് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ മടയും ശൂന്യമാകാൻ. ഇത് ശൂന്യമായി കഴിഞ്ഞാൽ, ഇവർ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വർണ്ണവിസ്മയ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്രമാത്രം തൃശൂർ നഗരത്തെ പുലി പിടിക്കുന്ന കാഴ്ചകൾക്കായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുക. വ്യത്യസ്ത നിറത്തിലുള്ള, ഭംഗിയിലുള്ള, വരകളിലുള്ള പുലികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കാണാൻ വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകളെത്തി, വിദേശികളടക്കം എത്തിയിട്ടുണ്ട്. മോന്റെ പേരെന്താ? മാധവ്. എല്ലാ വർഷവും കാണാറുണ്ടോ ഇവിടെ? വരാറുണ്ടോ? പുലിവേഷം കിട്ടണില്ലേ? എന്താ ഈ കുട്ടി പുലിയെ കാണുമ്പോൾ തോന്നില്ലേ എനിക്കും കൂടെ ഒന്ന് കൊട്ടണമെന്ന്? അപ്പൊ നിനക്ക് തോന്നില്ലേ കെട്ടണമെന്ന്? താല്പര്യമില്ലേ? ഇല്ലേ? പുലിയെ ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, കാണാനേ ഇഷ്ടമുള്ളൂ അല്ലേ? അതാണ്. അവിടെ എല്ലാവരും നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും ഇറങ്ങാം എന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ ഒക്കെ അരമണി കിലുക്കി വയറ് കുമ്പ കുലുക്കി നടക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും കൂടി ഇനി ചെണ്ടയുടെ ആ ഒരു താളത്തിൽ പ്രത്യേകമായിട്ടുള്ള ആ പുലി നൃത്തം അത് ചെയ്യുന്ന സമയത്ത് അത് കാണേണ്ട കാഴ്ച തന്നെയാണ്, മനം കുളിർക്കുന്ന കാഴ്ച തന്നെയാണ്, ആവേശ കാഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം
ആരുമില്ല, എല്ലാവരും പുലികളായി, പൂർണ്ണമായി പുലികളായി മാറിക്കഴിഞ്ഞു. ചേട്ടാ, ഇവിടുത്തെ ഫ്രീക്കൻ പുലിയാണോ? ഫ്രീക്കന്മാരാണോ രണ്ടാളും? അടിപൊളി. രണ്ട് ഫ്രീക്കൻ ചേട്ടന്മാരെ കാണുന്ന ഒരു ചേട്ടന്റെ പുലിവാലിനെ തട്ടുന്നുണ്ട്. ഒന്ന് മാറി നിൽക്കാം, പുലിവാല് പിടിക്കണ്ട. അതെ അതെ, പുലിവാല് തട്ടണ്ട. അപ്പൊ ഫ്രീക്കന്മാരുടെ പേരെന്താ? എന്റെ പേര് പ്രഭാത്. ഞാൻ രഘുനാഥരഥം, പാലക്കാട്. രണ്ടുപേരും പാലക്കാട്ടുകാരാണോ? രണ്ടുപേരും പാലക്കാടാണ്. പാലക്കാട്ടിൽ നിന്ന് പുലിയാവേശത്തിൽ തൃശ്ശൂർക്ക് എത്തിയ ആളുകളാണോ? അതെ അതെ, തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ രണ്ടാമത്തെ തവണയാണ്. അപ്പം രണ്ടാമത്തെ തവണ വന്നപ്പോ ഫ്രണ്ടിനെയും കൂട്ടി പോന്നാണ്. അതെ, ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അവൻ സാധിച്ചു തന്നു. അതാണ്. ഇനി എല്ലാ വർഷം വരുമോ? ഇനിയുണ്ടാവും, അടിപൊളിയാക്കും. ഇതെങ്ങനെയുണ്ട് മേലൊക്കെ വേഷമൊക്കെ കെട്ടി നിന്നിട്ട്? ഇതൊരു വൈബാണ്, പ്രത്യേകതരം വൈബാണ്. തൃശ്ശൂർ പൂരത്തിന് കൊടമാറ്റം എന്ന പോലെ തൃശ്ശൂർ പുലിക്കളിക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു പ്രത്യേകതരം വൈബാണ്. ഏത് നമ്മളെ മൂഡ് ഇപ്പം? പുലിമൂട്. അത്രേ ഉള്ളൂ, പുലിമൂട്. തകർക്കും, പൊളിക്കും. അടിക്കോ, കപ്പടിക്കോ സീതാറാം കപ്പടിക്കണം. അതിനാണല്ലോ അടിക്കും, ഇല്ലെങ്കിൽ അടുപ്പിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി സ്റ്റെപ്പ് പോലെ ഉണ്ടോ? വൈബ് ആളുകൾക്ക് വെറൈറ്റി പുലി സ്റ്റെപ്പ് ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും ഒരേ സ്റ്റെപ്പ്. വെറൈറ്റി ആയിട്ട് സ്റ്റെപ്പ് നമ്മൾ ഇടയിൽ ആയി കഴിഞ്ഞാൽ തെറ്റിച്ചു എന്നല്ലേ പറയാ. അത് കാരണം കൊണ്ട് നമ്മള് സാധാരണ സ്റ്റെപ്പ് ഇട്ടിട്ട് പടക്കുക മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പൊളിയാണ്. എല്ലാവരും വെറൈറ്റി കാണിച്ചാൽ ഞങ്ങൾ വെറൈറ്റി ആക്കും. ഓക്കെ, അപ്പൊ നടക്കട്ടെ. നമുക്ക് എന്തായാലും കപ്പടിക്കോ നോക്കാം. ഓക്കെ, അപ്പൊ സീതാറാം അടിപൊളിയായിട്ട് മുന്നോട്ട്. ചേട്ടന്റെ വയറൊക്കെ അടിപൊളിയായിട്ട് കുലുങ്ങുന്നുണ്ട്. ചേട്ടാ, ഇത് പാരമ്പര്യമായിട്ടുള്ള വയറാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ? ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ വയറാണോ? നമുക്ക് ഓരോ വർഷത്തെ കാത്തിരിപ്പാണ്. അത്തം കഴിഞ്ഞ നമുക്ക് നമ്മളെ ഓണം കഴിഞ്ഞിട്ടില്ല, ഓണം തുടങ്ങാൻ പോകണല്ലോ തൃശ്ശൂർ നഗരത്തില് അല്ലേ? കാണാൻ പോകണം. 5 മണിക്കാണ് പൂരം. അതെ, 5 മണിക്കാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. നമ്മളും ഭയങ്കര മോനുണ്ട് കൂടെ. മോനെവിടെ? മോനെ ഞാൻ കണ്ടുപിടിച്ചോളാം. അതെ, അച്ഛനും മകനുമാണ്. നമ്മൾ അങ്ങനെ കുറെ അച്ഛനെയും മകനെയും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അച്ഛന്റെ പാത പിന്തുടർന്ന് ഇങ്ങനെ പുലികളാവാൻ വേഷം കെട്ടാൻ ആഗ്രഹിച്ചെത്തിയ കുറെ പേരെ നമുക്ക് കാണാം. ഇതാ കുറെ കുഞ്ഞുങ്ങള്, ചെറിയ കുട്ടികള് വരുന്നുണ്ട്. അവരും ഈ പുലി ആവേശത്തിലാണ്. പുലിക്കളി കാണാൻ, പുലികളെ കണ്ടൊരു എക്സൈറ്റ്മെന്റിലാണ്. പുലിയെ കണ്ടോ? പുലി പിടിച്ചോ? ഇല്ല. വിണ്ടൂലേ? സംസാരിക്കൂലേ? ആക്ഷനാണ്, ഫുൾ ആക്ഷനാണ്. ആക്ഷൻ വിട്ടൊരു കളിയില്ല. പുലിയെ കണ്ടുള്ള ചെറിയ കുട്ടികളൊക്കെ പുലിയൊക്കെ കണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. കുറെ ആളുകൾ പുലിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു പച്ച കളറിലുള്ള, ഇത് പുലിയാണ്, ഇത് സിംഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ഭംഗിയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പച്ച അടിച്ചൊരു പുലിയാണ്, സിംഹമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, സൂപ്പറാണ്. എല്ലാവരും വെറൈറ്റിയാണ്. ഹലോ, ഇതെന്നാ ഈ തല വെച്ചിരിക്കുന്നേ? ഇതൊന്ന് ആക്കുവോ? ഇതൊന്ന് നോക്കട്ടെ, ഇത് പ്രവർത്തിക്കുവോ? കൊള്ളാലോ. എന്താ പേര്? എവിടെ വീട്? എവിടെയാ? പുലിനെ ഇഷ്ടാണോ? പുലി പിടിക്കോ പുലി? പുലി പേടിയുണ്ടോ? പുലിനെ പേടിയാണോ? എന്നിട്ട് മുന്നിൽ വന്ന് ഇങ്ങനെ ധൈര്യമായിട്ട് നിക്കണ എന്താ? പേടിയില്ല അല്ലേ? പാട്ട് പാടുവോ മോള്? ഇല്ല. ഡാൻസ് കളിക്കോ? എന്നാ കളിച്ചു നോക്കട്ടെ. വേണ്ടാട്ടോ, ചുമ്മാ പറഞ്ഞ. അപ്പൊ എല്ലാവരും, കുട്ടികളടക്കം എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇവിടെ നമുക്ക് കാണാം അവസാനവട്ട ഒരുക്കമാണ്. ആ ഒരുക്കത്തിലാണ് ആളുകളുള്ളത്. ഇനി കുറച്ച് ചായപ്പണികൾ കൂടി പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതാ പുലികൾ ഒരുങ്ങുകയായി, ഇതാ പുലികൾ ഇറങ്ങുകയായി, പിന്നെ മടവിട്ടിറങ്ങുകയായി. നമ്മൾ ഒരു കരിമ്പുലിയെ കാണുന്നുണ്ട്. വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള ഒരു കരിമ്പുലിയാണ്. ആ കരിമ്പുലിയുടെയും ഒരുക്കങ്ങൾ പൂർണ്ണമാകുന്നേ ഉള്ളൂ. അവിടെ നീല കളർ പൂർണ്ണമായ ഒരു പുലിയെ കാണാം, അതും വ്യത്യസ്തമാണ്. എന്തായാലും സീതാറാം ദേശത്തിന് ശരി ഭവ്യ, എന്തായാലും അവിടെ അവസാനവട്ട മിനുക്ക് പണികളിലാണ്. ഉടൻ തന്നെ അവരും സ്വരാജ് റൗണ്ടിലേക്ക് എത്തും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ നിന്നും CV അനുമോദും നവമി ദിനേശും ചേരുകയാണ്. നവമി, അനുമോദ്, അവിടെ ആണ് എല്ലാ പുലികളും ഒരുമിക്കുന്ന ആ കാഴ്ച കാണാനാണ് വലിയ തിരക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാകുന്നു. ഇത്തവണത്തെ ഒരു വൈബ് എങ്ങനെയാണ് അവിടെ? അശ്വതി, എല്ലാ വഴികളും നടുവിലാലിലേക്ക് എന്ന് പറഞ്ഞ അവസ്ഥയാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നിൽക്കുന്നത് നടുവിലാലിന്റെ നേരെ മുമ്പിലാണ്. ഇവിടെയാണ് എല്ലാ പുലികളും എത്തുക. ഇവിടെ ഗണപതിക്ക് മുമ്പിൽ തേങ്ങ ഉടച്ചാണ് അവരുടെ ആ ഒരു വലം വയ്ക്കല് ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പുലികൾ വരുന്നതിന് മുമ്പ് ഉള്ള പ്ലോട്ടുകളുടെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ശങ്കരൻകുളങ്ങര ടീമിന്റെ പ്ലോട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള 3 പ്ലോട്ടുകൾ, ഓരോ ടീമിനും 3 പ്ലോട്ട് ഉണ്ടാവും. അത് കടന്നു പോകുക. അതിന്റെ പിന്നാലെയാണ് നിശ്ചിത സമയക്രമം പാലിച്ചുകൊണ്ട് ഓരോ ദേശത്തെയും പുലികൾ സംഘം 51 അംഗ പുലികളുമായിട്ട് ഇവിടേക്ക് എത്തുക. എന്നാണെങ്കിലും നല്ല വൈബാണ്, ആളുകളൊക്കെ എടുത്തിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഈ
ആ ഒരു ആവേശം, പുലിക്കളിയുടെ ആവേശത്തിലേക്ക് ആളുകൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. തൃശ്ശൂർ നഗരം എത്തിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ഇവിടെ തിങ്ങി നിറങ്ങി. നമ്മൾ രാവിലെ ഓരോ ദേശങ്ങളിലേക്ക് പോയെങ്കിലും അവരുടെ ചായം തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയത്തിലായിരുന്നു. വലിയ തിരക്കുകളൊന്നും തന്നെ മറ്റെങ്ങും കണ്ടില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പറയാൻ ഇനിയാണ് ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നീട് തൃശ്ശൂർക്കാർക്കുള്ള അടുത്ത ആഘോഷം ഈ പുലിക്കളിയാണ്. അതിന്റെ ഒരു ആളും പെരുമയും ഒക്കെ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂരത്തിനേക്കാൾ വലിയൊരു ആവേശമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. ആളുകളുടെ ഒരു വൈബ് അത്രയും ഡിഫറന്റ് ആണ്. ഇതൊക്കെ ഇപ്പൊ ഓണം കഴിഞ്ഞതിന്റെ ഒരു മൂഡിലാണ് എല്ലാവരും. എന്നാൽ പോലും ഇവിടെ ഓണാഘോഷത്തിന്റെ അവസാന ഫേസ് എന്ന് വെച്ചാൽ ഈ പുലികളി കഴിയണം, ഓണം കഴിയണമെങ്കിൽ. അപ്പൊ അതിന്റെ ഒരു മൂഡിലേക്ക് വന്നോണ്ടിരിക്കും. നമ്മളിപ്പോ കാണാം ഓരോ പ്ലോട്ടുകൾ വരും. ഇതൊന്നുമല്ല, ഇനി ഇതിന്റെ പിന്നാലെ ആ ഓരോ സംഘങ്ങൾ എത്തുമ്പോൾ അവരുടെ ആ കൊട്ട് മുറുകുന്നതിനനുസരിച്ച് ഈ ഏരിയ മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന പോലെ ആയിരിക്കും ഉണ്ടാകുക. ഈ സമയം വൈകുന്നതോടും കൂടി, അതായത് ഈ സന്ധ്യ ആവുന്നിടത്തോടു കൂടിയാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു വൈബ് അത്രമാത്രം അല്ലെ. LED ലൈറ്റുകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് നമുക്ക് പുലിക്കളിയെ കാണുന്നത് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ. പല മടയിലും പോകുമ്പോഴേ ഫ്ലൂറസന്റ് പുലികളാണ്. അതായത് ഫ്ലൂറസന്റ് വസ്ത്രങ്ങളാണ് അവര്, പെയിന്റ് ആയിക്കോട്ടെ ഉടുപ്പായിക്കോട്ടെ. അതിന് പുറമെ ടാബ്ലോ ആണെങ്കിലും അത് ഫ്ലൂറസന്റ് ആയിട്ട് LED ആയിട്ട്. അപ്പൊ പരമാവധി നേരം വൈകിയാല് വെളിച്ചം കുറഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ടും ആളുകളിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേരം ഒക്കെ വൈകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും നമുക്ക് ആളുകളൊക്കെ എത്തി തുറക്കുന്ന ആളുകളിലേക്ക് പോകണം അല്ലേ? ആളുകളിലേക്ക് പോയിട്ട് എല്ലാരും എന്താണ് ചേച്ചിമാരെ? തൃശ്ശൂർക്കാരെയാണ്. ഉത്രാടത്തിലൊന്ന് പുറപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്നു 2 ദിവസം ഇവിടെ തന്നെ പുലിക്കളി കണ്ടിട്ട് മണക്കുന്നുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെ. എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസും ആളുകൾ? നല്ലൊരു വൈബാ. അതൊരു പ്രത്യേകതരം എന്തോ ഒരു ആംബിയൻസ്, പുതിയൊരു ആംബിയൻസ്. ആദ്യമായിട്ടാണ് പുലികളി സമയത്ത് ഇവിടെ ഇതുവരെയൊക്കെ നിങ്ങൾ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. നിങ്ങളെ കാസർഗോഡ് ഭാഗത്തൊക്കെ യക്ഷഗാനവുമായിട്ടൊക്കെ അല്ലേ, അങ്ങനെ കുറെ ആഘോഷങ്ങളാണല്ലോ അവിടെ അല്ലേ? പുലികളി പോലത്തെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയുണ്ട്. അത് നവരാത്രി സമയത്തേ ഉള്ളൂ, ദസറ ടൈമിൽ. ഇതുപോലെ വലിയ ആഘോഷമായിട്ട് അവിടെ ഉണ്ടാവില്ല അല്ലേ? ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വർഷമൊക്കെ വരും. കഴിയുന്നുണ്ടെങ്കിൽ വരും. ഓണമൊക്കെ അടിച്ചു പൊളിച്ചു. ഇപ്പൊ തൃശ്ശൂർക്കാരുടെ അവസാനത്തെ ഓണ ആഘോഷ ദിവസമാണ്. അതിന് സമാപനമായിട്ടാണ് ഈ പുലിക്കളി. എങ്ങനെയുണ്ട് ഇവിടെ വന്നത്? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അവിടെ ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു ആവേശവും വൈബും ഒക്കെ കാണാൻ കഴിയുന്നത്. സന്തോഷമുണ്ട്. ഏതെങ്കിലും ദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ പുലി ചായ പുരട്ടുന്ന? ഇവിടുന്ന് ഫസ്റ്റ് കാണുന്നത്, ഗ്രൗണ്ടിൽ തന്നെയാണ് ഫസ്റ്റ് കാണുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടല്ലേ? ഇതെല്ലാം കഴിഞ്ഞേ പോകുന്നു. അപ്പൊ അടുത്ത വർഷം വരുമ്പോൾ കാണാം. വരും ഉറപ്പായി വരും. നമ്മുടെ ശങ്കരൻകുളങ്ങര ടീമിന്റെ വരവാണ്. പുലികളി സംഘത്തിന്റെ ശങ്കരൻകുളങ്ങരക്കാരാണ് വരുന്നത്. അവരെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് കുറച്ച് വർഷം ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അവർ ആ സംഘമാണ് വരുന്നത്. നമ്മളിന്ന് രാവിലെ അവരെ സംഘത്തിൽ പോയിരുന്നു. കുട്ടിപ്പുലികളാണ് അവരുടെ വലിയ ആകർഷണം. 10ഓളം കുട്ടിപ്പുലികൾ അവരുടെ സംഘത്തിലുണ്ട്. അപ്പോൾ അവരുടെ ആ സംഘത്തിന്റെ വരവാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരിലേക്ക് ഇവിടെ നിന്ന് എത്തിക്കാൻ കഴിയുക. ഇത്തവണ നമ്മൾ പോയി എല്ലാ ദേശത്തെയും കണ്ടപ്പോ അവരെല്ലാരും കപ്പടിക്കണം അങ്ങനെ ആവേശമാണ് എല്ലാവർക്കും. ഇതിനു മുമ്പത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നില്ല. വേണ്ടത്ര ഫണ്ടില്ലാത്തതിനെ തുടർന്ന് ഈ സംഘങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസം പ്രസ്ഥാനമുണ്ടല്ലോ, കേന്ദ്രത്തിന്റെ തന്നെ പദ്ധതി പ്രകാരം 3 ലക്ഷം രൂപ, അതിന് പുറമെ വിവിധ സംഘങ്ങൾക്ക് വേറെ സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്ത് അപ്പോൾ ഒരു 8-10 ലക്ഷം രൂപ അങ്ങനെയെങ്കിലും കിട്ടും. അതിന് പുറമെ നാട്ടുകാരുടെ സഹായം. അപ്പോൾ എന്തായാലും ആളുകളെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഓരോ സംഘത്തിനും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ആവേശം ഓരോ ടീമിലും നമുക്ക് ഇങ്ങോട്ട് നീങ്ങാം. ഈ കടല് അലച്ചു വരുന്ന പോലെയാണ് ആളുകൾ അലച്ചു വരിക. തീരത്തേക്ക് തിരമാല അടിക്കും പോലെ നമ്മളെല്ലാം തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ആളുകൾ ഭയങ്കര തിരക്കായിരിക്കും. നോക്കൂ, ആ ഒരു വലയത്തിന്റെ ഉള്ളിലാണ് ആ പുലികളി നടക്കുക. ആ പുലി സംഘം അതിന്റെ ഇടയ്ക്ക് നമ്മള് തേനീച്ച പൊതിയുന്ന പോലെ നമ്മളെ ചുറ്റും ആളുകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ടുപോകും. കരിപ്പുലികളും രാവിലെ പറഞ്ഞില്ലേ, ഈ ശങ്കരൻകുളങ്ങരക്കാരുടെ വലിയൊരു ആകർഷണമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആരായാലും കൊട്ടിപ്പോകും, ആരായാലും താളബോധമുള്ള ആരും ഒന്ന് ചൂടുവരും. അതാണ്. മാത്രമല്ല ഇതിന്റെ ഒരു താളം എന്ന് വെച്ചാല് ഇത് സാധാരണ ഏതൊരാൾക്കും ആസ്വദിക്കാവുന്ന, ഏതൊരാൾക്കും പെട്ടെന്ന് താളാത്മകമാകുന്ന ഒരു രീതിയാണ് ഇതിന്റെ.
തായമ്പക പോലെ മേളം പോലെ ഒന്നും ശാസ്ത്രീയമായിട്ടൊന്നുമില്ല. അപ്പോ ഇതിന്റെ ഒരു താളം അത് കേട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു ഏത് ചെറിയ കുട്ടി പോലും 2 സ്റ്റെപ്പ് വെച്ച് പോകുന്ന കാര്യത്തിലാണ്. അതാണ് നമുക്ക് എന്താണെങ്കിൽ അതിന്റെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വേണ്ടതും ഈ കാഴ്ചയും ഇവിടുത്തെ അനുഭവങ്ങളും ഒക്കെയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം.
അത് ആളുകൾക്ക് മുമ്പിലേക്ക് എത്തും. ഇപ്പൊ അടുത്തത് ഈ ഒരു 4 ടീം